ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ 9ാമത്തെ രാശിയായ ധനുരാശിക്കാരുടെ ജീവിതത്തിൽ 2027 ജൂൺ 3 വരെ തുടരുന്ന കണ്ടകശനിയുടെ ഫലങ്ങളാണ് വിശദമായി പറയാൻ പോകുന്നത്. ഇപ്പോൾ ശനി മീനം രാശിയിലെ 4ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. 4ാം ഭാവം എന്നാൽ അമ്മ, വീട്, വാഹനം, മാനസിക സമാധാനം, കുടുംബസുഖം, വിദ്യാഭ്യാസം, ഭൂമി എന്നിവയുടെ സ്ഥാനമാണ്. ഇവിടെ ശനി വരുമ്പോൾ ഈ മേഖലകളിൽ പരീക്ഷണങ്ങളും വൈകല്യങ്ങളും ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കാറുണ്ട്. നിലവിൽ ശനി രേവതി നക്ഷത്രത്തിൽ 2026 ഒക്ടോബർ 9 വരെ സഞ്ചരിക്കുന്നു. തുടർന്ന് ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് വക്രഗതിയിൽ പ്രവേശിക്കുന്നു. 2027 ഫെബ്രുവരി 8 മുതൽ വീണ്ടും രേവതി നക്ഷത്രത്തിലേക്ക് മടങ്ങുന്നതാണ്. ഈ കാലയളവിൽ ശനിയുടെ ദൃഷ്ടി 6, 10, അതായത് നിങ്ങളുടെ ജന്മരാശിയിലും വരുന്നു, 1ാം ഭാവത്ത്. ഈ 3 ദൃഷ്ടികളും ജീവിതത്തിലെ പ്രധാന മേഖലകളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഈ പ്രവചനം ജന്മരാശി, ചന്ദ്രരാശി അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതുഫലങ്ങളാണ്. വ്യക്തിഗത ജനന ജാതകത്തിലെ ഗ്രഹനില, ദശാഭുക്തി എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണൂ. ഈ 11 മാസങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം, ഏതെല്ലാം കാര്യങ്ങളിൽ ജാഗ്രത വേണം എന്നെല്ലാം നമുക്ക് അറിയാം. ധനുരാശിയുടെ രാശിയധിപൻ വ്യാഴമാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ 1ാം പാദം എന്നീ നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ ഉൾപ്പെടുന്നത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജ്യോതിഷപരമായ പ്രവചനങ്ങൾ വിശ്വാസപരവും പരമ്പരാഗതവുമായ വ്യാഖ്യാനങ്ങളാണ്. ജീവിത തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രായോഗിക സാഹചര്യങ്ങളും വ്യക്തിഗത ജനന ജാതകങ്ങളും കൂടി പരിഗണിക്കേണ്ടത് അനിവാര്യമാണ്. 4ാം ഭാവത്തിലെ കണ്ടകശനി. 4ാം ഭാവത്തിലെ ശനി ആദ്യം മനസ്സിനെയാണ് പരീക്ഷിക്കുന്നത്. അനാവശ്യമായ ടെൻഷൻ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, കുടുംബ ഉത്തരവാദിത്തങ്ങൾ, വീടുമായി ബന്ധപ്പെട്ട ചില ചിലവുകൾ എന്നിവ ഈ സമയം വരാനുള്ള സാധ്യത. പലർക്കും ഈ കാലത്ത് വീടിൻ്റെ അറ്റകുറ്റപ്പണി, ഭൂമി സംബന്ധമായ രേഖകൾ, വാഹനം മാറ്റൽ, വീട് മാറൽ തുടങ്ങിയ കാര്യങ്ങൾ വരാം. അമ്മയുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ്. വീട്ടിലെ സമാധാനം നിലനിർത്തുവാൻ കൂടുതൽ ക്ഷമ ആവശ്യമായ സമയം. രേവതി നക്ഷത്രത്തിൽ നിലവിൽ ശനി സഞ്ചരിക്കുമ്പോൾ രേവതി നക്ഷത്രം ബുധന്റെ നക്ഷത്രമാണ്. ഇത് പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും പഴയ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനുമുള്ള സമയമാണ്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും പിന്നീട് പരിഹരിക്കുവാൻ സാധിക്കും. വീട് വാങ്ങൽ അല്ലെങ്കിൽ വിൽപ്പന ആലോചിക്കുന്നവർക്ക് എല്ലാ രേഖകളും സൂക്ഷ്മമായി പരിശോധിക്കുക. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശ്രദ്ധയും സ്ഥിരതയും ആവശ്യമായ സമയം. 2026 ഒക്ടോബർ 9 മുതൽ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സമയം ഈ സമയമാണ്. മുമ്പ് പൂർത്തിയാക്കാതെ പോയ പഴയ കാര്യങ്ങൾ വീണ്ടും മുന്നിലെത്തും. പഴയ വായ്പകൾ, ഭൂമി തർക്കങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ വീണ്ടും ചർച്ചയാകാനുള്ള സാധ്യത. ചിലർക്ക് പഴയ സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ വീണ്ടും ബന്ധപ്പെടേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. വക്രശനി നമ്മുടെ പഴയ പിഴവുകൾ തിരുത്തുവാൻ നിർബന്ധിതരാകുന്ന സമയം. 2027 ഫെബ്രുവരി 8 മുതൽ വീണ്ടും രേവതി നക്ഷത്രത്തിലേക്ക്. ഈ സമയത്ത് പതിയെ കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കും. മുമ്പ് തടസ്സപ്പെട്ട പല കാര്യങ്ങളും വീണ്ടും മുന്നോട്ട് പോകുന്നതിനുള്ള സാധ്യത. വീടുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വ്യക്തതയോടെ എടുക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. ജോലിയിലും കുടുംബജീവിതത്തിലും സ്ഥിരത കൈവരുന്ന സമയം. ശനിയുടെ ദൃഷ്ടി 10ാം ഭാവത്ത് വരുമ്പോൾ, 10ാം ഭാവം എന്ന് പറയുന്നത് തൊഴിലും കരിയറുമാണ്. ഇതാണ് ഏറ്റവും ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു സാഹചര്യം. ജോലിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നതിനും കഠിനാധ്വാനത്തിന് ഉടൻ ഫലം ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം. പക്ഷേ ഫലം തീർച്ചയായും കിട്ടുന്നതായിരിക്കും. സ്ഥിരമായി പരിശ്രമിക്കുന്നവർക്ക് ദീർഘകാല നേട്ടം ലഭിക്കുന്ന സമയം. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വൈകിയെങ്കിലും ലഭിക്കാം. സർക്കാർ മേഖല, അഡ്മിനിസ്ട്രേഷൻ, നിർമ്മാണം, വിദ്യാഭ്യാസം, കൃഷി, IT, അക്കൗണ്ടിംഗ്, നിയമം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥിരത വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. ബിസിനസ് ചെയ്യുന്നവർ കരാറുകളും സാമ്പത്തിക ഇടപാടുകളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട സമയം. ശനിയുടെ ദൃഷ്ടി ജന്മരാശിയിൽ, അതായത് 1ാം ഭാവത്ത് വരുമ്പോൾ ഈ ദൃഷ്ടി വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം. ചിന്തകൾ കൂടുന്ന സമയമായിരിക്കും. ചിന്തകളിൽ ഒരു പക്വതയുണ്ടാകുന്ന സമയം കൂടി. നെഗറ്റീവ് ചിന്തകൾ കൂടുതൽ വരുന്ന ഒരു സമയമാണ്. അനാവശ്യ സൗഹൃദങ്ങൾ കുറയുന്ന സമയം. ജീവിതത്തിൽ ആരാണ് യഥാർത്ഥ പിന്തുണയെന്ന് തിരിച്ചറിയുന്ന കാലമാണ്.
പലരും ആത്മീയതയിലേക്കും ധ്യാനത്തിലേക്കും ആകർഷിക്കപ്പെടാം ഈ സമയം. അതുകൊണ്ട് നെഗറ്റീവ് ചിന്തകൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. ഈ സമയം നിങ്ങൾക്ക് സ്കിൻ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ അലർജി, ജോയിൻസ് പെയിൻ ഇവയൊക്കെ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. ശനിയുടെ ദൃഷ്ടി 6-ാം ഭാവത്ത് വരുമ്പോൾ ശത്രുക്കളെ ജയിക്കാനുള്ള ശക്തി വർദ്ധിക്കും. കോടതി കേസുകൾ, മത്സര പരീക്ഷകൾ, അതുപോലെ തന്നെ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകൾ എന്നിവയിൽ ക്ഷമയോടെ മുന്നോട്ട് പോയാൽ നേട്ടം കിട്ടുന്ന സമയം. എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ പാടില്ല. പ്രമേഹം, മുട്ടുവേദന, നടുവേദന, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയം. സാമ്പത്തിക സ്ഥിതി. വരുമാനം വന്നാലും ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ്. ചിലവുകൾ വരുന്നതിന് കൂടാനുള്ള സാധ്യതയാണ് ഈ സമയത്ത്. വീട്, വാഹനം, ചികിത്സ, കുടുംബ ഉത്തരവാദിത്തങ്ങൾ എന്നിവയ്ക്കായി കൂടുതൽ പണം ചെലവാകാം. വലിയ നിക്ഷേപങ്ങൾ ആലോചിച്ചു മാത്രം ചെയ്യുക. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും പരമാവധി ഒഴിവാക്കേണ്ടതാണ് ഈ സമയത്ത്. കുടുംബജീവിതം. വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ക്ഷമ പാലിച്ചാൽ അതെല്ലാം പരിഹരിക്കാൻ സാധിക്കും. അമ്മയുടെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദരങ്ങളുമായി സ്വത്ത് സംബന്ധിച്ച വിഷയങ്ങളിൽ സമാധാനപരമായ സമീപനം സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായ സമയം. ദാമ്പത്യ ജീവിതത്തിലും പ്രണയത്തിലും പരസ്പരം മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. ജോലിയുടെ തിരക്കോ സാമ്പത്തിക സമ്മർദ്ദമോ ബന്ധത്തെ ബാധിക്കാനുള്ള സാധ്യത. തുറന്ന ആശയവിനിമയം പ്രശ്നങ്ങൾ കുറയ്ക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹ കാര്യങ്ങളിൽ ചെറിയ താമസമുണ്ടായാലും നല്ല തീരുമാനങ്ങളിലേക്ക് എത്തുന്നതിനുള്ള സാഹചര്യം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കേണ്ട കാലം കൂടിയാണ്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വന്നു ചേരും. പക്ഷേ രേഖകൾ കൃത്യമായും നിങ്ങൾ നോക്കണം, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് സ്ഥിരമായ പരിശ്രമം വിജയം കൊണ്ടുവരും. ബിസിനസ് ചെയ്യുന്നവർക്ക് വേഗത്തിൽ ലാഭം പ്രതീക്ഷിക്കേണ്ട സമയമല്ല ഇപ്പോൾ. കുറച്ച് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. പഴയ ഉപഭോക്താക്കളെ നിലനിർത്തുന്നതിനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ചെയ്യുക. റിയൽ എസ്റ്റേറ്റ്, കൃഷി, നിർമ്മാണം, വിദ്യാഭ്യാസം, മെഡിക്കൽ മേഖലകൾക്ക് ദീർഘകാല നേട്ട സാധ്യതയുള്ള സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ചെയ്യുന്നവർ കരാറുകൾ വ്യക്തമായും പരിശോധിക്കേണ്ടതാണ്. കണ്ടകശനിയുടെ ഈ സമയം ശനി ആത്മീയ വളർച്ചയ്ക്ക് മികച്ച ഒരു സമയം, ഒരു സാധ്യത തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ജീവിതത്തിൽ യഥാർത്ഥ മൂല്യങ്ങൾ മനസ്സിലാക്കുവാൻ ഈ സമയം സഹായിക്കും. അഹങ്കാരം കുറയുകയും ക്ഷമ വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമായിരിക്കും. ശനി നിങ്ങളെ ഇതെല്ലാം പഠിപ്പിക്കും. ഒരു പക്വത നിങ്ങളിൽ വരുത്തുന്ന സമയമായിരിക്കും. ഈ സമയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വീട്ടിൽ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ഡ്രൈവിംഗ് ചെയ്യുന്നവർ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. സാമ്പത്തിക അച്ചടക്കം പാലിക്കുക. ചിലവ് നിയന്ത്രിക്കുക. എല്ലാ രേഖകളും പരിശോധിച്ചതിന് ശേഷം മാത്രം ഒപ്പിടുക. ക്ഷമയും സ്ഥിരതയും കൈവിടരുത്. നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ: എല്ലാ ശനിയാഴ്ചയും ശനീശ്വര പ്രാർത്ഥന നടത്തുക. ശനിയുടെ ബീജമന്ത്രം ഓം പ്രാം പ്രീം പ്രോ സഹ ശനീശ്വരായ നമഃ നിങ്ങൾ ഡെയിലി 108 തവണ നിങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഹനുമാൻ ആരാധനയും ശനി സ്തോത്ര പാരായണവും ചെയ്യുക. ഹനുമാൻ ചാലീസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുക. എള്ളെണ്ണ ദീപം തെളിയിക്കുക. കാക്കകൾക്ക് ഭക്ഷണം നൽകുക. ദരിദ്രർക്ക് കറുത്ത എള്ള്, വസ്ത്രം, ഭക്ഷണം എന്നിവ നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് ദാനം ചെയ്യുക. മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്നത് ശനിയുടെ അനുഗ്രഹത്തിന് ശ്രേഷ്ഠമായ മാർഗമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. സൂര്യദേവന് ജല അർപ്പണം ഉദിച്ചു വരുന്ന സമയത്ത് 1 മണിക്കൂർ അകമോ നിങ്ങൾക്ക് ജല അർപ്പണം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. जय राधे कृष्ण, जय श्री राधे कृष्ण। प्रेम के बंसी बजते जाए, जीवन राधे कृष्ण हो जाए। जिसने द्वेष को त्याग दिया, हर प्राणी में प्रेम लिया, करुणा की जो राह चले, वो ही कृष्ण की बात कहे। प्रेम ही मेरा धर्म है,
वो ही कृष्ण का